ശ്രീ മോഹൻ വർഗീസ് 75 വയസ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കും എന്നുള്ള അഭ്യൂഹത്തിന് ഇനി ഒരു സ്ഥാനവും ഇല്ല. നേരത്തെ അങ്ങനെ RSS മേധാവി ഒരു സൂചന നൽകിയതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ തന്നെ വിശദീകരണത്തോടുകൂടി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഈ മൂന്നാം ടേമിൽ ഒരു ലോക നേതാവായി നരേന്ദ്രമോദി ഉയർന്നു വരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി ഇല്ലാതെ BJPക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം പോലും ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞല്ലോ. പാർട്ടിയേക്കാൾ തലപ്പൊക്കത്തിൽ വളരുന്ന നേതാവ്, ഒരുപക്ഷെ ഭാരതത്തെ മുഴുവനായി റെപ്രസെൻ്റ് ചെയ്യാൻ, ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ്. ഇങ്ങനെയൊക്കെയെല്ലാം ഉള്ള പ്രതിച്ഛായയിലാണ് നരേന്ദ്രമോദി തൻ്റെ 75ാമത്തെ ജന്മദിനം ഇന്ന് ആഘോഷിച്ചത്. യഥാർത്ഥത്തിൽ ആഘോഷിച്ചു എന്ന് പറയാനാവില്ല. അതൊരു വലിയ 75 എന്ന ലാൻഡ് മാർക്ക് ഏറെ ചർച്ചാ വിഷയമായ മാസങ്ങളാണ് കടന്നുപോയത്. ഒരുപക്ഷെ ഏവരും മറന്നിരുന്നൊരു വർഷമാണ് 75 വയസ്സിൻ്റെ ഒരു ലാൻഡ് മാർക്ക്. നരേന്ദ്രമോദി തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ഇമേജാണ്. 75 വയസ്സായി കഴിയുമ്പോൾ അച്ചടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ പാർലമെൻ്ററി രംഗത്തു നിന്നും മാറി നിൽക്കുകയും അവരൊരു പക്ഷേ കാര്യനിർവാഹക അല്ലെങ്കിൽ കാര്യവിചാരക് മണ്ഡൽ മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന തൻ്റെ മുൻഗാമികളായ LK അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും സുമിത്ര മഹാജൻ്റെയും എല്ലാം പാതകൾ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ പോകുമെന്ന പ്രതീക്ഷ ഒരു വിഭാഗം ആളുകളിൽ ഉണ്ടായിരുന്നു. ഈ ദിവസം വരെ ആ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അനിവാര്യനാണ് എന്ന് BJP കരുതുകയും അദ്ദേഹം സ്വയം 75-ൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ ഒരു അനിശ്ചിതത്വത്തിൻ്റെ കാർമേഘം മാറിപ്പോകുന്നു. നരേന്ദ്രമോദി ഭാരതം കണ്ട ഏറ്റവും ദൈർഘ്യമുള്ള പ്രധാനമന്ത്രി, ദൈർഘ്യമുള്ള കാലാവധി പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രിയെ ഒരുപക്ഷെ മാറുകയാണ്. നെഹ്റുവിയൻ ഒരു ഇന്നിങ്സിനേക്കാൾ ദീർഘമായ ഒരു ഇന്നിങ്സ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഈ ടേം അവസാനിക്കുന്നതിന് മുമ്പ് കരഗതമാകാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് എത്രത്തോളം അനിവാര്യനാണ് ഒരു വ്യക്തി. യഥാർത്ഥത്തിൽ ഒരു സംഘപരിവാർ ചിന്തയനുസരിച്ച് ഒരു വ്യക്തിക്കല്ല, മറിച്ച് രാഷ്ട്രത്തിനാണ് പ്രാധാന്യം ഉണ്ടാവേണ്ടത്. രാഷ്ട്രത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കാൻ ഒരു നല്ല ശക്തമായ ലീഡർഷിപ്പ് ഉണ്ടാകണം എന്ന ചിന്തയുമുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ആ കൺവെൻഷണൽ പാറ്റേൺ എല്ലാം തന്നെ ഒരു പരിധി വരെ മാറ്റി വെച്ചുകൊണ്ട് തൻ്റേതായ ഒരു കയ്യൊപ്പ്, മോദിയുടെ തിരഞ്ഞെടുപ്പ്, മോദിയുടെ ഗ്യാരണ്ടി, ഈ രീതിയിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മോദിമയമാക്കി മാറ്റി അതൊരു വിജയ ഫോർമുലയായി 3 തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. 1ാം തെരഞ്ഞെടുപ്പ്, 2ാം തെരഞ്ഞെടുപ്പ്, 3ാം തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ മോദി പ്രഭാവത്തിന് തെല്ലുമങ്ങലേറ്റതായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു. അപ്പോഴും ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്താൻ, BJPയെ ഉദ്ദീപിപ്പിച്ച് നിർത്താൻ ഗാൽവനൈസിംഗ് ഇഫക്റ്റായി ശ്രീ നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ലോക രാഷ്ട്രീയത്തിൽ ഇന്നത്തെ നിലയിൽ താരമൂല്യമുള്ള നേതാക്കളുടെ പട്ടികയിൽ മോദിയുടെ സ്ഥാനം വളരെ മുകളിലാണ്. അതായത് കഴിഞ്ഞ 2 ടേമിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാവുന്നത് ഇതാണ് അല്ലേ? കഴിഞ്ഞ 2 ടേമിലും ഇറ്റ് വാസ് ഓൺലി മോദി വാസ് നെവർ കൺസിഡേർഡ് ആസ് എ ഗ്ലോബൽ ലീഡർ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ഒരാൾക്ക് എങ്ങനെയാണ് ലോകത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാവുക? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു 10 വർഷം മുൻപ്. മോദി ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരു ചിന്തയുണ്ടായിരുന്നു, വിദേശ നയം അദ്ദേഹത്തിന് വഴങ്ങുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പടിപടിയായി അദ്ദേഹം ഗ്ലോബൽ അറീനയിൽ തൻ്റെ മാറ്റ് തെളിയിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് മാത്രമല്ല ദീർഘകാലം അധികാരത്തിലിരുന്ന ആളുകൾ, അത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും 2ാം ഇന്നിങ്സാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൽ തന്നെ മോദി പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയിൽ. വ്ളാഡിമിർ പുടിൻ ആകട്ടെ, ഷീ ജിൻപിങ് ആകട്ടെ, ലോക നേതാക്കളിൽ പലരുമായും തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ തക്ക സൗഹൃദവും ഒരു പേഴ്സണൽ ഡിപ്ലോമസിയുടെ സാധ്യതകളും മോദി പരിശോധിച്ചു. പക്ഷേ ഏറ്റവും വൈകിയ വേളയിൽ പേഴ്സണൽ ഡിപ്ലോമസിക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് എന്ന് ഒരുപക്ഷെ വേദനയോടുകൂടി നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു. പക്ഷേ എബിലിറ്റി ഓഫ് ദ ലീഡർ ഈസ് ടു ചേഞ്ച്. വെൻ ദ ഗോയിങ് ഗെറ്റ്സ് ടഫ്, ദ ടഫ് ഗെറ്റ് ഗോയിങ് എന്നാണല്ലോ പറയുക. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യാപാര യുദ്ധം, ടാരിഫ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോൾ മാറി ചിന്തിക്കാനും വേണ്ടി വന്നാൽ നിങ്ങളുടെ ശത്രുക്കളുമായി കൈകോർക്കാൻ ഭാഗികമായിട്ടെങ്കിലും ഞങ്ങൾ തയ്യാറാകും എന്ന സന്ദേശം കൊടുക്കുന്ന നരേന്ദ്രമോദിയും കണ്ടു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഉൾപ്പെടെ ഇപ്പോഴത്തെ അവസാന വാക്കായി മോദി മാറിയിരിക്കുന്നു. ഒരു ടീമിനെ, വിദേശ നയ ടീമിനെ, പ്രത്യേകിച്ച്